രാജസ്ഥാനിൽ ആരവല്ലി മലനിരകളുടെ താഴ്വരയിൽ ജവായ് നദിയുടെ തീരത്ത് മനുഷ്യനും പുള്ളിപ്പുലികളും യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ ജീവിക്കുന്ന 16ഓളം ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളെല്ലാം പുറം ലോകം അറിയുന്നത് ജവായ് എന്നൊരൊറ്റ പേരിലാണ്. ജവായിൽ ഏറ്റവും കൂടുതൽ ലെപ്പേർഡ് സൈറ്റിങ്ങിന് ചാൻസ് ഉള്ള സേന വില്ലേജിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര. ഈ ഇരിക്കുന്നത് സേനയിലെ രാജ്ഞിയായ ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ കൂടെ 3 സബ്ബഡൽ കപ്സ് ആണുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ഗ്രാമമായ ജീവ്ഡയിലും ഒരു പുള്ളിപ്പുലിയുണ്ട്, പത്മ. പത്മയുടെ കൂടെ 2 സബ്ബഡൽ കപ്സ് ആണുള്ളത്. ലക്ഷ്മിയും പത്മയും താമസിക്കുന്ന 2 ഗ്രാമങ്ങളും B6 എന്ന ഡോമിനന്റ് മെയിലിന്റെ ടെറിട്ടറിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പെൺപുലികളുടെയും കൂടെ മിക്കവാറും സമയങ്ങളിലും നമുക്ക് B6നെയും കാണാൻ പറ്റും. ഇനി ചിലപ്പോൾ B6 ഇല്ലാത്ത സമയത്ത് തൊട്ടടുത്ത ഗ്രാമമായ ബേറയെന്ന് പിങ്നോസ് എന്ന പേരുള്ള മറ്റൊരു മെയിൽ ലെപ്പേർഡും ഇവിടേക്ക് കയറി വരാറുണ്ട്. പിങ്നോസ് ഇവിടേക്ക് വരുന്നത് മീറ്റിംഗ് സീസണിലാണെങ്കിൽ B6ഉം പിങ്നോസും തമ്മിൽ നല്ല അടിപൊളി ഫൈറ്റ് നടക്കാറുണ്ട്. ലോകത്ത് ഏറ്റവും അധികം ലെപ്പേർഡ് ഡെൻസിറ്റി ഉള്ള നോൺ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പായ ജവായിലെ പുള്ളിപ്പുലികളുടെ കാഴ്ചകളും കഥകളുമെല്ലാം കണ്ടും കേട്ടും നമുക്കൊരു അടിപൊളി യാത്ര പോയാലോ? ഞാനും ന്യൂട്ടൺ ബ്ലോക്സിലെ സാമും ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത പുതിയ വൈൽഡ് ലൈഫ് ട്രാവൽ കൺസേൺ ആയ വൈൽഡ് ബീസിന്റെ ആദ്യത്തെ ട്രിപ്പിനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത് ജവായി ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ കൂടെ കാട് കയറാനും കാഴ്ചകൾ കാണാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ വൈൽഡ് ബീസ് ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. പുതിയ ട്രിപ്പിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ആ പേജിലായിരിക്കും വരിക. 36 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം പാതിരാത്രി 2 മണിക്ക് ജവായ്ക്ക് അടുത്തുള്ള ഫൽന റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെത്തി. ഇവിടുന്ന് ഇനി 1 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമുക്ക് സേന വില്ലേജിലേക്ക് എത്താൻ. നിങ്ങൾ ഇനിയിപ്പം ഫ്ലൈറ്റിനാണ് വരുന്നതെങ്കിൽ ജയ്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ജവായ് ബന്ദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. ജവായ് ബന്ദ് എന്ന് നമ്മുടെ സേന വില്ലേജിലേക്ക് 20 മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കിനും ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വണ്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു. ജവായിൽ നമ്മൾ ആകെ പ്ലാൻ ചെയ്തിരിക്കുന്നത് 5 സഫാരികളാണ്. അതിൽ ആദ്യത്തെ സഫാരി ഇന്ന് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. വെളുപ്പിന് 3:30യോടുകൂടി നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയായിരുന്നു. ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് 5 മണിയായപ്പോഴത്തേക്കിനും നമ്മൾ സഫാരിക്ക് ഇറങ്ങുകയാണ്. 5 മണി തൊട്ട് രാവിലെ 9 മണി വരെയാണ് സഫാരി ടൈമിംഗ്. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നത് വിന്റർ സീസണിലാണെങ്കിൽ ഈ ടൈമിങ്ങിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. നമ്മൾ താമസിക്കുന്ന സേനയിലാണെങ്കിലും ആദ്യം പോകുന്നത് ജിവ്ഡയിലേക്കാണ്. ജിവ്ഡയിലെ ഫീമെയിലായ പത്മ ഇപ്പോൾ ഹീറ്റിലാണ്. അവളുടെ കൂടെ ഒരു മെയിൽ ലെപ്പേർഡും ഉണ്ട്. മിക്കവാറും അത് B6 ആകാനായിട്ട് തന്നെയാണ് സാധ്യത. അതുകൊണ്ട് രാവിലെ തന്നെ 2 പേരെ സൈറ്റിംഗ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ജിവ്ഡയിലേക്ക് കയറിയതും നമുക്ക് നമ്മുടെ ആദ്യത്തെ ലെപ്പേർഡ് സൈറ്റിംഗ് കിട്ടി. ആയിരിക്കുന്നത് പത്മയുടെ സബ് അഡൽട്ടായ ഫീമെയിൽ കബ്ബാണ്. പത്മയ്ക്ക് 2 കപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 2 പേരും ഒരുമിച്ചാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് മറ്റേ ആളും ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. അവളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ! ആ കണ്ണുകളാണ് അവളുടെ മെയിൻ അട്രാക്ഷൻ. ഏകദേശം 1.5 വയസ്സ് മാത്രമാണ് ഇവളുടെ പ്രായം. നമ്മളെപ്പോലെ തന്നെ ഒരു കൂട്ടം ഗ്രേലങ്കൂറുകൾ വരുന്ന പുള്ളിപ്പുലിയാണ് നോക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുരങ്ങന്മാരെ പോലെ അലാം കോളിട്ട് ഓടി ഒളിക്കാറില്ല. ഇവിടുത്തെ കുരങ്ങന്മാർ പുലിക്ക് പണി കൊടുക്കാറാണ് പതിവ്. ആ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മുടെ പുള്ളിപ്പുലിയും കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതിൽ ഒരെണ്ണത്തെ കിട്ടുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാവുമല്ലോ എന്നുള്ളതായിരിക്കും പുള്ളിക്കാരിയുടെ മനസ്സിലിപ്പോൾ. എന്തായാലും അങ്ങനെ ഒരു ഹണ്ട് നടക്കുകയാണെങ്കിൽ അവളുടെ വിശപ്പ് മാറും, നമുക്ക് നല്ല കിടിലൻ വിഷ്വൽസും കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പുള്ളിപ്പുലികൾ ഒരല്പം വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ്. എപ്പോഴും ഇങ്ങനെ ദേഹമൊക്കെ നക്കിത്തുടച്ച് മിനുക്കി വെക്കണം. പക്ഷേ കടുവയും സിംഹവും ഒക്കെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴും അവളുടെ ഒരു നോട്ടം ആ കുരങ്ങന്മാരിലേക്കുണ്ട്. അവൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവൾ അവിടെ നിന്ന് ഒരല്പം മാറി വീണ്ടും ആ പാറപ്പുറത്ത് തന്നെ കിടന്നു. വെട്ടം വീഴുന്നതിനനുസരിച്ച് നമ്മുടെ കുരങ്ങന്മാരും മയിലുകളും പുള്ളിപ്പുലിയുടെ അടുത്തേക്കാണ് വരുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ ദിനേശ് ഭായ് പറഞ്ഞത്, ഇവിടെ ഈ കുരങ്ങന്മാരും മയിലുകളും പുലികളെ പാറപ്പുറത്തിരിക്കാൻ സമ്മതിക്കാറില്ല. അവരെ പറ്റുന്ന വിധത്തിലെല്ലാം ശല്യം ചെയ്ത് അവിടുന്ന് ഓടിക്കും. അവസാനം ഗതികെട്ട പുലികൾ ഒന്നെങ്കിൽ അവിടുന്ന് മാറിയിരിക്കും, അതല്ലെങ്കിൽ ഈ പാറയിടുക്കിലുള്ള കേവ്സിലേക്ക് ഇറങ്ങിപ്പോകും. അവരങ്ങനെ മാറിപ്പോകുന്നത് വരെ ഇവരാ പുലികളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മോൾ എന്തായാലും കയറിപ്പോയി. നമുക്കിനി അമ്മയെ തേടി പോകാം അല്ലേ? ജവായ് ഒരു നോൺ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ.
ജവായ് നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ഡാമും ആ റിസർവോയറിന് ചുറ്റുമുള്ള കുറച്ച് ഗ്രാമങ്ങളും അവിടുത്തെ കൃഷിസ്ഥലങ്ങളും ഇടയ്ക്ക് കാണുന്ന ഇതുപോലത്തെ മുൾക്കാടുകളും പിന്നെ ഇതുപോലത്തെ വലിയ ഗ്രാനൈറ്റ് മലനിരകളും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ടോപ്പോഗ്രഫി ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും അധികം ലെപ്പേർഡ്സ് ഉണ്ടാകാമെന്ന് ആർക്കാണെങ്കിലും തോന്നും. അതിന് കാരണം തേടി പോവുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് 3 കാര്യങ്ങളിലേക്കാണ്. അതിൽ ആദ്യത്തേത് ഇവിടുത്തെ ഈ ഗ്രാനൈറ്റ് മലനിരകൾ തന്നെയാണ്. ലെപ്പേർഡ്സിന് പറ്റിയൊരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ് ഇവിടെ ഈ മലനിരകൾ ഒരുക്കി കൊടുക്കുന്നത്. മലയിടുക്കുകളിലുള്ള നാച്ചുറൽ കേവ്സ് ഇവർക്ക് പറ്റിയ ഹൈഡിംഗ് സ്പോട്ട്സ് ആണ്. പിന്നെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ ഇവർ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. ഹണ്ടിങ്ങിന്റെ സമയത്തൊക്കെ ഇവർക്ക് പറ്റിയ പെർഫെക്റ്റ് കാമഫ്ലാജ് ആണ് ഈ മലകൾ ഒരുക്കി കൊടുക്കുന്നത്. രണ്ടാമത്തേത് ഇവിടുത്തെ പ്രേ അവൈലബിലിറ്റി ആണ്. ലെപ്പേർഡ്സ് ആണ് ഇവിടുത്തെ അപ്പെക്സ് പ്രെഡേറ്റർ. അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മലകളിലും കൃഷിസ്ഥലങ്ങളിലും ഒക്കെ കാണുന്ന ലംഗൂർസിനെയും മയിലുകളെയും പോലുള്ള ചെറിയ ജീവികളൊക്കെ ഇവർ ഈസി ആയിട്ട് പിടിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ വഴിക്ക് വന്നു കയറുന്ന നീൽഗായ്സിനെയും ഇവർ ഹണ്ട് ചെയ്യാറുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഇവർ മെല്ലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങും. അവിടെയുള്ള പശുക്കുട്ടികളെയോ ആടിനെയോ പട്ടിയൊക്കെ ഇവർ പിടിക്കാറുണ്ട്. അതൊന്നും ഇവിടുത്തെ നാട്ടുകാർ വലിയ കാര്യമാക്കാറുമില്ല. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനവുമായ റീസൺ ഇവിടുത്തെ റാബറി ട്രൈബ്സ് ആണ്. ആടുകളെയും പശുക്കളെയും മേയിച്ചു നടക്കുന്ന ഇവര് പുലികളെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഇടയ്ക്കെങ്ങാനും ഒരു പുലി ഒരു ആടിനെയോ പശുക്കുട്ടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇവരത് വലിയ കാര്യമാക്കാറുമില്ല. ചത്തുപോകുന്ന ആടുകളെയും പശുക്കളെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ പുലികൾക്ക് ഇട്ടുകൊടുക്കാറാണ് പതിവ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെ മാൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഒന്നും ഇവിടെയില്ല. ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പോലും പുള്ളിപ്പുലികളുള്ള സ്ഥലങ്ങളിലൂടെ ഒരു പേടിയുമില്ലാതെ വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ ആളുകൾ പുള്ളിപ്പുലികളുടെ ജീവിത രീതികളിലേക്ക് കൈകടത്താത്തതുകൊണ്ടായിരിക്കാം അവരും ആ ഒരു റെസ്പെക്ട് തിരിച്ചിവർക്ക് കൊടുക്കുന്നത്. എന്തായാലും പുള്ളിപ്പുലികളും മനുഷ്യനും തമ്മിലുള്ള ഈ ഒരു കോ എക്സിസ്റ്റൻസ് തന്നെയാണ് ജവായുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. നമ്മൾ തേടി വന്ന ആളതെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള മലമുകളിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് പത്മ. നമ്മുടെ സേനാ വില്ലേജിലെ ലക്ഷ്മിയെക്കാളിലും പ്രായം കൊണ്ടും വലുപ്പം കൊണ്ടും ഒക്കെ പത്മയാണ് വലുത്. ഈ ഇരിക്കുന്നതാണ് B6, ഈ ഏരിയയിലെ ഡോമിനന്റ് മെയിൽ. B6 ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വേറെ പുള്ളിപ്പുലികളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരാറില്ല. വന്നാലും അവരാരും B6 വെറുതെ വിടാറുമില്ല. വളരെ അപൂർവമായിട്ടാണ് ലെപ്പേർഡ്സിന്റെ മീറ്റിംഗ് വിഷ്വൽസ് കാണാൻ പറ്റുന്നത്. ഇത്തവണത്തെ യാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പം നിങ്ങൾ കാണുന്ന വിഷ്വൽസ് എല്ലാം ഈ പാറയുടെ മറവിലാണെങ്കിലും ഇനി ഇത് കഴിഞ്ഞ് വരുന്ന വിഷ്വൽസിലെല്ലാം ഇവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ B6നും പത്മയ്ക്കും ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. നമ്മളിന്ന് രാവിലെ കണ്ട ഫീമെയിൽ ലെപ്പേർഡും ഇവരുടെ രണ്ടുപേരുടെയും മകളാണ്. ആ ഒരു കുഞ്ഞുണ്ടാകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ് നമ്മുടെ B6ന്റെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ചായിരുന്നു. ലെപ്പേർഡ്സ് അടക്കം എല്ലാ ബിഗ് കാറ്റ്സിലും മീറ്റിംഗിന് ശേഷം മെയിൽസ് അവരുടെ ടെറിട്ടറിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാറാണ് പതിവ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതുങ്ങളെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്വമെല്ലാം ഫീമെയിൽസിലാണ്. ഈ ഒരു സമയത്ത് ഫീമെയിൽസ് കൂടുതൽ കെയർഫുൾ ആയിരിക്കും. മറ്റ് മെയിലുകൾ ഈ സമയത്ത് അവരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർ മാക്സിമം അവരുടെ കുഞ്ഞുങ്ങളെ ഷീൽഡ് ചെയ്ത് നിർത്താറാണ് പതിവ്. കാരണം പുറത്തുനിന്ന് വരുന്ന മെയിൽസ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരതങ്ങനെ ചെയ്യുന്നത് പിന്നീട് അവരുടെ ടെറിട്ടറിക്ക് ഒരു ചലഞ്ചർ ഉണ്ടാകരുത്. ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രം ഒരു ലിറ്ററിൽ ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും ഇതുപോലെ മീറ്റിംഗ് കഴിഞ്ഞ് B6 അവൻ്റെ വഴിക്ക് പോയി. പക്ഷേ പത്മ ഇന്നത്തേതുപോലെ ഇത്രയ്ക്ക് മെച്ചുവേർഡ് അല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കിരുത്തിയിട്ട് പോകാൻ പാടില്ലാത്ത ഈ ഒരു സമയത്ത് അവൾ കുഞ്ഞുങ്ങളെ ഗുഹയിലിരുത്തിയിട്ട് ഭക്ഷണം തേടിപ്പോയി. ഈ സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള ബേറ വില്ലേജിലെ പിങ്നോസ് ഈ വഴി വന്നത്. അവൻ പത്മയുടെയും B6ന്റെയും 3 കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. ഈ സംഭവത്തിന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് B6 ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. പിന്നീട് B6 ഈ ടെറിട്ടറി വിട്ട് അധികം ദൂരത്തേക്ക് പോയിട്ടില്ല. പ്രത്യേകിച്ചും അവൻ്റെ പേഴ്സായ പത്മയും ലക്ഷ്മിയും മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവൻ ഈ ഒരു പരിസരത്ത് തന്നെ കാണും. അവൻ അങ്ങനെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് പത്മയുടെ 2 കുഞ്ഞുങ്ങളെയും ലക്ഷ്മിയുടെ 3 കുഞ്ഞുങ്ങളെയും കാണാൻ പറ്റുന്നത്. മച്ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ്. ഫസ്റ്റ് മോർണിംഗ് വന്നപ്പോൾ തന്നെ നമുക്ക് സൈറ്റിംഗ് കിട്ടി, 2 സബ് അഡൽട്ട്, പിന്നെ മീറ്റിങ്ങിൻ്റെ ഒരു ഗ്ലാൻസ് കിട്ടി. അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ് ബെറ്റർ സ്റ്റാർട്ട്. അജിത്തിന് സങ്കടം മാറിയിട്ടില്ലാന്ന്. അജിത്തിന് വന്നപ്പോഴത്തേക്ക് ഒരു സബ് അഡൽട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് 2 തവണ മീറ്റിംഗ് കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പം അവന് വേണമെന്ന് പറയുന്നത് കൊച്ചു വന്നത് കാണണം.
നമ്മുടെ സഫാരി ടൈമിംഗ് ഏതാണ്ട് തീരാറായി. ഇനിയിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ലെപ്പേർഡ്സ് ഏതെങ്കിലും കേവ്സിനകത്തേക്ക് കയറാനാണ് സാധ്യത. അപ്പോൾ അവർ ഏത് കേവിലാണ് കയറുന്നതെന്ന് അറിയുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതുകൊണ്ട് അവർ കയറുന്ന കേവും തപ്പിയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നമ്മുടെ പത്മ മലന്ന് കിടന്ന് വെയിലൊക്കെ ആസ്വദിക്കുകയാണ്. എന്തായാലും ഇവർ രണ്ടുപേരും പെട്ടെന്നൊന്നും കേവിനകത്ത് കയറില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ നമുക്ക് പോയിട്ട് വൈകുന്നേരം വന്ന് ഇവരെ തപ്പി കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ. മൊത്തം 6 റൂമുകളാണ് ഇവിടെയുള്ളത്. രാജസ്ഥാനിലെ ചൂടിന് നിങ്ങൾക്കൊന്ന് ചില്ല് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ തന്നെയുണ്ട്. സഫാരിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ കയറിയെങ്കിൽ പിന്നെ അടുത്ത സഫാരിക്കാണ് പുറത്തിറങ്ങുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്ത ഫുഡ് കഴിച്ച നമുക്ക് ഈ കടുകെണ്ണ കൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അത് ചിലപ്പം ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അജിത്തിന്റെ സ്പെഷ്യൽ അച്ചാറാട്ടോ, സാധനം കൊള്ളാട്ടോ. ഒരു അവിലും ശരിക്കും പറഞ്ഞാൽ അവലെന്ന് പറയാൻ പറ്റില്ലേ, റൈസ് തന്നെ ബോയിൽ ചെയ്തിട്ട് ഒരു സെമി ബോയിൽ ചെയ്തിട്ട് കൊള്ളാം, സംഭവം കൊള്ളാം. പക്ഷെ നല്ല രീതിയിൽ ദാഹിക്കുന്നു. എന്തായാലും കഴിയട്ടെ, എന്നിട്ട് ഇനി നമുക്ക് വൈകിട്ടത്തെ സഫാരി കാണാം. അങ്ങനെ നല്ല രീതിയിൽ കഴിക്കുന്ന സാധനം. അതെ, നല്ല രീതിയിൽ വെള്ളം എന്തായാലും വേണം അതിൽ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുമല്ലേ ഈവനിങ് സഫാരിക്ക് ഇറങ്ങി. ഈവനിങ് സഫാരിക്കും നമ്മൾ നേരെ പോകുന്നത് ജിവ്ഡയിലേക്കാണ്. പത്മയും B6 അവിടെ ഉള്ള സ്ഥിതിക്ക് വൈകുന്നേരം അവർ താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെയും നല്ല ക്ലോസപ്പ് ഷോട്ട്സ് കിട്ടും. പത്മയെ കാണാൻ പോകുന്ന വഴിക്ക് രാവിലെ അവളുടെ കബ്ബിനെ കണ്ടെടുത്ത് നിർത്തി. അപ്പോഴാണ് ഈ ഒരു ഈജിപ്ഷ്യൻ വൾച്ചറിനെ കണ്ടത്. ഈജിപ്ഷ്യൻ വൾച്ചേഴ്സ് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. പക്ഷേ ചില ബേർഡ്സ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും തിരിച്ചു പോകാറില്ല. ഇവിടുത്തെ റെസിഡന്റ് ബേർഡായിട്ട് തന്നെ നിൽക്കും. രാവിലെ 2 ലെപ്പേർഡുകളും ഏത് കേവിലേക്കാണ് കയറിപ്പോയെന്നറിയാത്തതുകൊണ്ട് ജിപ്സികളെല്ലാം അവരെയും തപ്പിയുള്ള ഓട്ടത്തിലാണ്. കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒരു വണ്ടിക്കാരന് അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അവരെ സ്പോട്ട് ചെയ്ത ആ ഒരു പാറപ്പുറത്ത് അവരുണ്ടെന്നാണ് മെസ്സേജ് കിട്ടിയത്. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കിനും ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന എല്ലാ ജിപ്സികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മുടെ പുലികളുള്ളത്. രാവിലെ നമ്മൾ രണ്ടുപേരെ ആദ്യം കണ്ടപ്പോൾ ഇരുന്ന അതേ സ്ഥലം, ഇരിപ്പിന്റെ പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ലെപ്പേർഡുകൾക്ക് പ്രത്യേകിച്ച് മേറ്റിംഗ് സീസൺ ഒന്നുമില്ല. ഹീറ്റിലാകുന്ന ഫീമെയിൽ ലെപ്പേർഡാണ് മെയിൽ ലെപ്പേർഡിന് അടുത്തേക്ക് പോകുന്നത്. ഇവരുടെ മേറ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതും ഫീമെയിൽ ലെപ്പേർഡ് തന്നെയാണ്. ഇവരുടെ ഈ ഒരു മേറ്റിംഗ് റിച്വൽ 4 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കും. ഈ ഒരു സമയത്ത് ഇവർ ഓരോ 15 മുതൽ 20 മിനിറ്റിനിടയിലും മേറ്റിംഗിൽ ഏർപ്പെടാറുണ്ട്. ഈ ഒരു സമയത്ത് മേറ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ലെപ്പേർഡാണ്. അവൾ മെല്ലെ പോയി മെയിൽ ലെപ്പേർഡിൻ്റെ അടുത്ത് തൊട്ടുരുമിയിരിക്കും. ഫീമെയിൽ ലെപ്പേർഡിലെ ഓവുലേഷൻ ഫിസിക്കൽ സ്റ്റിമുലേഷനിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ മേറ്റിംഗ് പ്രോസസ്സ് ഫീമെയിൽ ലെപ്പേർഡിന് ഒരല്പം പെയിൻഫുൾ ആയിരിക്കും. മെയിൽ ലെപ്പേർഡ് ഫീമെയിലിനെ സെക്കൻഡുകൾ മാത്രമേ മൗണ്ട് ചെയ്യുന്നുള്ളെങ്കിലും ആ ഒരു പ്രോസസ്സ് അവൾക്ക് വളരെ പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് അവൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് മെയിൽ ലെപ്പേർഡ് അതിൻ്റെ കഴുത്തിലേക്ക് മെല്ലെ കടിച്ചു പിടിച്ച് അവളെ സബ്മിസീവായിട്ട് നിർത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഫീമെയിൽ ലെപ്പേർഡിന് ഫിസിക്കലി ഇൻഡ്യൂസ്ഡ് ഓവുലേഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ പ്രോപ്പറായിട്ട് ഓവുലേറ്റ് ചെയ്യാനും ആ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആകാനും വേണ്ടിയിട്ടാണ് ഇവർ ഓരോ 15-20 മിനിറ്റും കൂടുമ്പോഴത്തേക്കിനും മീറ്റിംഗ് ചെയ്യുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 100നും മേളിൽ തവണയാണ് ഇവർ മീറ്റ് ചെയ്യാറുള്ളത്. കാഴ്ചകളെല്ലാം കണ്ടുവന്ന് നേരെ സന്ധ്യയായി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2 പുള്ളിപ്പുലികളും താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യം വന്നത് B6 ആയിരുന്നു. പത്മ തൊട്ട് പുറകെയാണ് ഇറങ്ങി വന്നത്.
ആ ഒരു മീറ്റിങ്ങും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ജിപ്സിയുടെ തൊട്ടടുത്ത് വരെ വന്നു. പേരോക്കണ ഇന്നത്തെ സഫാരി തീരാൻ നേരമായി. ഒരു ദിവസത്തേക്കിന് നമുക്ക് ആഗ്രഹിക്കാവുന്നതിന്റെ പരമാവധി വിഷ്വൽസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ രാവിലെ ലക്ഷ്മി അന്വേഷിച്ചാണ് പോകേണ്ടത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ലക്ഷ്മിയും മക്കളെയും തേടി ഇറങ്ങി. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്തുള്ള മലയിലാണ് ലക്ഷ്മിയെ സ്ഥിരമായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് 5 മിനിറ്റ് മതി അവിടേക്ക് എത്താൻ. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും വേറെയും 3 ജിപ്സികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആ മലയുടെ പല ഭാഗത്തായിട്ട് വണ്ടി നിർത്തി ടോർച്ച് അടിച്ച് ലക്ഷ്മിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അജിത്താണ് ലക്ഷ്മിയുടെ ഈ കബ്ബിനെ സ്പോട്ട് ചെയ്തത്. അവൾ ആ താഴേക്ക് നോക്കിയിരിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മിയും ബാക്കിയുള്ള കബ്സും മിക്കവാറും ആ പാറയിടുക്കിൽ തന്നെ കാണാനാണ് ചാൻസ്. ലക്ഷ്മി അവളുടെ കപ്സിനെ വിട്ട് എവിടെയും പോകാത്തത് കൊണ്ട് അവൾ ആ പാറയിടുക്കിൽ തന്നെ ഉണ്ടാവുമെന്ന് ദിനേശ് ഭായിക്ക് നല്ല ഉറപ്പായിരുന്നു. എങ്കിൽ പിന്നെ താഴെ പോയി നോക്കാമെന്ന് ഞങ്ങളും പറഞ്ഞു. നമുക്ക് താഴെ എത്തി അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. പെട്ടെന്ന് തന്നെ ലക്ഷ്മി പുറത്തേക്ക് വന്നു. അമ്മ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് പാറയിടുക്കിലുള്ള ഗുഹയ്ക്കകത്തുനിന്ന് അവളുടെ 2 കപ്സും കൂടെ പുറത്തേക്ക് വരികയാണ്. ലെപ്പേഡുകളെ സ്പോട്ട് ചെയ്തറിഞ്ഞ് ബാക്കിയുള്ള ജീപ്പുകളും കൂടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി. ഇവിടുത്തെ ജീപ്പ് സഫാരികളെല്ലാം പ്രൈവറ്റ് റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ സഫാരികളിൽ യാതൊരു റോളുമില്ല. സൺറൈസ് ആയതും ലക്ഷ്മിയും മക്കളും ഞങ്ങൾക്ക് ചുറ്റുമുള്ള പാറപ്പുറങ്ങളിലായിട്ട് ഇരിപ്പുറപ്പിച്ചു. പുള്ളിപ്പുലികൾക്ക് സാധാരണ 1 ലിറ്ററിൽ 2-3 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകാറുള്ളത്. 3-ലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമായി മാത്രമാണ്. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ 2 വയസ്സ് വരെ അവരമ്മയുടെ കൂടെയായിരിക്കും. ഈ സമയം കൊണ്ട് അവരുടെ അമ്മപ്പുലി അവരെ വേട്ടയാടാനും മറ്റും പഠിപ്പിക്കുകയും ചെയ്യും. 2 വയസ്സ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് തനിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായി കഴിയുമ്പം തള്ളപ്പുലി അവരെ അവളുടെ അടുത്തുനിന്ന് ആട്ടി ഓടിക്കാൻ തുടങ്ങും. ഇനി ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ടെറിട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ ഒരു കാലയളവിൽ ഭൂരിഭാഗം സബ്ഡൽ കപ്സും കൊല്ലപ്പെടാനാണ് സാധ്യത. പിന്നെ ഈ കൂട്ടത്തിൽ ഫീമെയിൽ കപ്സ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോഴൊക്കെ സ്വന്തം അമ്മയെ തന്നെ ചലഞ്ച് ചെയ്ത് അമ്മയുടെ ടെറിട്ടറി ഏറ്റെടുക്കാറുമുണ്ട്. പുലികളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവനെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇന്ത്യൻ റോക്കി ഈഗിൾ ഔൾ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 1 അണ്ടറിലാണ് ഇവരെ സംരക്ഷിച്ചു പോരുന്നത്. എപ്പോഴും ഇവരെ പെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാവിലെ മൊത്തം ഇതുപോലെ പാറിയിടുക്കുകളിലും മരക്കൊമ്പുകളിലൊക്കെ ഇരുന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേര സമയങ്ങളിലാണ് കക്ഷികൾ വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. എലികളും പാമ്പുകളും മറ്റ് പക്ഷികളുമൊക്കെയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണങ്ങൾ. ഈ ഇരിക്കുന്ന മൂങ്ങയുടെ തൊട്ട് പുറകിലേക്ക് ഒന്ന് നോക്കിക്കേ, അതാണ് ഈഗിൾ ഔളിൻ്റെ ജുവനൈൽ. പ്രത്യേകിച്ച് കൂടുകൂട്ടാത്ത ഇവർ പാറിയിടുക്കിലും മണ്ണിലുമൊക്കെയാണ് മുട്ടയിടുന്നത്. ഒരൊറ്റ തവണ 3-4 മുട്ടകളാണ് പെൺപക്ഷി ഇടാറുള്ളത്. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് സഫാരിയിലും പുള്ളിപ്പുലികളെയും മൂങ്ങളെയൊക്കെ കിട്ടിയതുകൊണ്ട് വൈകുന്നേരത്തെ സഫാരി റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. 2ാമത്തെ ദിവസം ഈവനിങ് സഫാരിക്ക് ഞങ്ങൾ നേരെ പോയത് ജവായ് ഡാമിൻ്റെ റിസർവോയറിനടുത്തേക്കാണ്. നല്ല ഭംഗിയുള്ള കൃഷിസ്ഥലങ്ങളും റിസർവോയറും ഒക്കെ അല്ലേ? പക്ഷേ ഇതിനിടയിലും ചെറിയൊരു അപകടം ഒളിച്ചിരിപ്പുണ്ട്. നദിക്കരയിൽ വായും പൊളിച്ചിരിക്കുന്ന ഇയാളെ കണ്ടോ? ഇതാണ് മഗർ ക്രോക്കഡൈൽ. ഏതാണ്ട് 300-നും 500-നും ഇടയ്ക്ക് മുതലകളാണ് ഈ റിസർവോയറിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും ഈ റിസർവോയറിലെ വെള്ളത്തിലേക്ക് ഇറങ്ങാറില്ല. റിസർവോയറിലെ മുതലകളെയൊക്കെ കണ്ട് വൈകുന്നേരം സഫാരി റൂട്ടിൽ പാറപ്പുറത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാനാണ് പോയത്. സൺസെറ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ജവായിലെ അനിമൽ സൈറ്റിംഗ് എത്രത്തോളം ഫേമസ് ആണോ അത്രത്തോളം ഫേമസ് ആണ് ഈ ഒരു ടെറൈനിലൂടെയുള്ള ജിപ്സി സഫാരിയും. നിങ്ങളൊരു വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ പോലും ഈ ഒരു സഫാരി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളൊരു ജിപ്സി ഫാനായി മാറും, അത് തീർച്ച. രാവിലെ ലക്ഷ്മിയെ കണ്ട സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കിനും നേരെ ഇരുട്ടിയിരുന്നു. ആയിരിക്കുന്നത് അവളുടെ ഒരു കബ്ബാണ്. പകൽ മൊത്തം വെയിലത്തിരുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം വെള്ളം കുടിക്കാനായിട്ട് അവൻ എന്തായാലും താഴേക്ക് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ താഴെ എത്തി. നമ്മുടെ ജിപ്സിയുടെ തൊട്ടടുത്തൂടെ നടന്നാണ് അവൻ ഫ്രണ്ടിൽ പോയിരുന്നത്. അവിടെ ഇരുന്നിട്ട് അവൻ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്നത് കണ്ടോ? അവനാ നോക്കുന്നത് അവൻ്റെ അമ്മയാണ്. അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും ദേ ഇരിക്കുന്നു ലക്ഷ്മിയും മറ്റൊരു കബ്ബും. അവിടെ ഇരുന്നുകൊണ്ട് അവൾ താഴത്തെ കബ്ബിനെയാണ് നോക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ദിനേശ് ഭായ് പറഞ്ഞത്, ലക്ഷ്മി അവളുടെ കബ്സിനെ അവളുടെ കൺവെട്ടത്തൊന്നും അധികം ദൂരേക്കൊന്നും വിടാറില്ല അത്രേ. അവരെവിടെ പോയാലും അവൾ ഇതുപോലൊരു സ്ഥലത്തിരുന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കും. അമ്മ അവനെ നോക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവനീ പോകുന്നത് വെള്ളം കുടിക്കാനായിട്ടാണ്. ഒരു ദിവസത്തെ ദാഹം മുഴുവനാണ് ഇവൻ ഈ കുടിച്ചു തീർക്കുന്നത്. ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഇവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. ആ നോക്കുന്നതെല്ലാം അമ്മ ഇരിക്കുന്ന ഡയറക്ഷനിലേക്കാണെന്ന് മാത്രം. വയറ് നിറയെ വെള്ളവും കുടിച്ചിട്ട് ആശാന്തി മെല്ലെ എഴുന്നേറ്റു. ഇനി പമ്മി പമ്മി അമ്മയുടെ അടുത്തേക്ക് എത്തണം. ഒരൽപ്പം വളഞ്ഞ വഴിക്കാണ് ആശാന്റെ പോക്ക്. എന്തായാലും അവൻ അമ്മയുടെ അടുത്ത് പോട്ടെ. നമുക്ക് ഇന്നത്തെ സഫാരി അവസാനിപ്പിച്ച് റൂമിലേക്ക് പോകാം. ആദ്യത്തെ 2 ദിവസം പുള്ളിപ്പുലികളെ കണ്ട തിമിർത്ത ഞങ്ങൾക്ക് അവസാനത്തെ സഫാരിക്ക് വേറൊരു പൂതി ഉദിച്ചു. കരടിയെ കാണാൻ പോയാലോ എന്ന്. രാവിലെ തന്നെ ദിനേശ് ഭായിയും കൂട്ടി കുണ്ടും കുഴിയൊക്കെ ചാടി ഈ ഉള്ള മല മുഴുവൻ കയറി നടന്നെങ്കിലും കരടിയെ കാണാൻ പറ്റിയില്ല. നല്ലൊരു ഓഫ് റോഡ് റൈഡും ഈ കാണുന്ന പക്ഷികളെ മാത്രമാണ് വെളുപ്പാങ്കാലത്ത് കാണാൻ പറ്റിയത്. കരടിയെ കണ്ടില്ലെങ്കിൽ എന്താ, നമുക്ക് നമ്മുടെ പുള്ളിപ്പുലികളില്ലേ. ഞങ്ങൾ നേരെ പത്മയുടെ ടെറിട്ടറിയിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കിനും അവളുടെ 2 കപ്സും പാറപ്പുറത്തുണ്ട്. പുറകിൽ ശല്യം ചെയ്യാനായിട്ട് കുറച്ച് മയിലുകളും. ഇങ്ങനെ ശല്യം ചെയ്യുന്ന സമയത്ത് ഇവർ വിശപ്പില്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ പേടിപ്പിച്ച് ഓടിച്ചു വിടാറുണ്ട്. പക്ഷേ വിശപ്പുള്ളപ്പോഴാണെങ്കിൽ ഈസി ആയിട്ട് ഇതിലൊരെണ്ണത്തിന് ഇവന്മാർ പിടിക്കുകയും ചെയ്യും. ഒരല്പം റിസ്ക് എടുത്തിട്ടാണെങ്കിലും മയിലുകൾ അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കി. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരാൾ മാത്രമേ താഴെ പോയിട്ടുള്ളൂ. മറ്റാളതേ ഇപ്പോഴും മേളിലുണ്ട്. മയിലുകൾ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല കേട്ടോ, അവരും പുറകെ തന്നെയുണ്ട്. എന്തായാലും ഒരു അപ്പെക്സ് പ്രെഡേറ്ററിനെ അവൻ്റെ പ്രേ തന്നെ ഇതുപോലെ ശല്യം ചെയ്ത് ഓടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ പത്മയും B6 ഇപ്പുറത്തെ ഒരു പാറപ്പുറത്ത് കിടപ്പുണ്ട്. പത്മ രാവിലെ തന്നെ പണി തുടങ്ങിയെന്ന് തോന്നുന്നു. B6 അടുത്ത് വന്ന് അവനെ ഒന്ന് മുട്ടിയിട്ട് അവൾ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. സിഗ്നൽ കിട്ടിയതും നമ്മുടെ B6 മെല്ലെ എഴുന്നേറ്റു. അവൻ്റെ നടത്തത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് B6 നടന്നു കയറിയത്. പക്ഷെ പത്മ അവനെ നല്ല നൈസായിട്ട് തേച്ചു. അവൾ അവനെ മേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. B6 പത്മയുടെ അടുത്ത് പല അടവുകളും പയറ്റുന്നുണ്ട്. പക്ഷെ ഒന്നും നടപടിയാകുന്ന ലക്ഷണമില്ല. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മട്ടിലാണ് പത്മയുടെ കിടപ്പ്. എല്ലാ 2 മുതൽ 3 മാസങ്ങളിലും 1-2 ആഴ്ചത്തേക്കിന് ഫീമെയിൽ ലെപ്പേർഡ് ഹീറ്റിലാകാറുണ്ട്. ഈ ഒരു സമയത്താണ് അവൾ മേറ്റിങ്ങിന് റെഡിയാകുന്നതും. ആ ഒരു ടൈം വിൻഡോ കഴിഞ്ഞെങ്കിൽ പിന്നീട് അവൾ മേറ്റിങ്ങിന് നിന്ന് കൊടുക്കാറില്ല. മെല്ലെ വിഡ്രോ ചെയ്യാറാണ് പതിവ്. ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഏകദേശം 5 മിനിറ്റോളം B6 നടത്തിയ പരിശ്രമങ്ങളാണ് വെട്ടിച്ചുരുക്കി ഞാൻ 20 സെക്കൻഡിൽ നിങ്ങളെ കാണിക്കുന്നത്.
ഉറങ്ങിക്കിടന്നവനെ വിളിച്ചെണീപ്പിച്ചിട്ട് സദ്യയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി നമ്മുടെ B6-ൻ്റേത്. പാവന്തേ മെല്ലെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. B6-ൻ്റെയും പത്മയുടെയും ഈ ഒരു വിഷ്വലോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജവായിലെ പുള്ളിപ്പുലികളും അവരുടെ വിശേഷങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാടിനെയും യാത്രയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ യാത്രകളിൽ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കരുത്. പറ്റുകയാണെങ്കിൽ അടുത്ത യാത്ര നമുക്ക് ഒരുമിച്ചാകാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.